ആഗ്രഹിക്കരുത്, ചോദിക്കരുത്. നമുക്ക് അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചു പോകും. അള്ളാഹ് തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക, യാചിക്കരുത്. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ആരെടുത്തെന്നെങ്കിലും എന്തെങ്കിലും കിട്ടാൻ ആഗ്രഹിക്കാറുണ്ടോ? ഇല്ല, ഉറപ്പല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ സുഹൃത്തിനോട് പറയുന്നില്ലേ, നാളെയല്ലേ എൻ്റെ ബർത്ത്ഡേ? അതെ. അതിൻ്റെ അർത്ഥം നിനക്ക് ദീർഘായുസിന് വേണ്ടി ഞാൻ പലപ്പോഴും തഹജ്ജുദിന് ശേഷം ദ്വാരുന്നത് കൊണ്ടാണ് നിനക്ക് ദീർഘായുസ് കിട്ടിയത് എന്നാണോ? അല്ല. പിന്നെ നാളെ ബർത്ത്ഡേ ആണ്, അതും കൊണ്ടുവന്നേ. അതിൻ്റെ അർത്ഥം നിന്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നില്ലേ? അതെ. അതിൻ്റെ അർത്ഥം നിന്റെ ഉപ്പ ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് സ്വലാത്തിലേറ്റ് നേർച്ചയാക്കിയിട്ട് ചൊല്ലിയതുകൊണ്ടാണ് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തതെന്നാണോ? അല്ല. പിന്നെ പെട്ടി പൊളിക്കുമ്പോൾ പരിഗണിക്കുമല്ലോ എന്നല്ലേ ഈ ആദ്യം നമുക്ക് ഉണ്ട്. ആരെടുത്തൊന്നും ആഗ്രഹിക്കും, ആരും സഹായിച്ചിട്ടൊന്നുമല്ല അച്ചുംബ്ര ചെയ്യേണ്ടത്. അള്ളാഹു നമുക്ക് തരുമ്പോൾ നമ്മൾ പോകാം. അങ്ങനെ അള്ളാഹു അല്ലാത്ത എന്തിനെയൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് തവക്കുൽ ചെയ്യുന്നുണ്ടോ ആ വഴിയിൽ നിന്ന് പരീക്ഷണം വരുന്ന. ചിലപ്പോൾ ചില കുട്ടികൾ പറയും, എൻ്റെ ഭർത്താവ് മൂപ്പര് മരിച്ചാൽ എനിക്ക് ജീവിതമല്ല, മൂപ്പരില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയൂല. ഫുള്ള് തവക്കുൽ ഭർത്താവിൻ്റെ മേത്തുക. ആ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കും, അതാണ്ടാവുക. മക്കളെ കുറിച്ച് പാകത്തിന് മതിയെന്ന സ്നേഹം ഇതൊക്കെ എന്തേ വല്ലാണ്ടങ്ങ് കൽബ് അങ്ങോട്ട് പോയാൽ ആ വഴിയിലൂടെ ഒരു പരീക്ഷണം വരും, നമുക്ക് താങ്ങാൻ കഴിയില്ല. ഗൾഫിലുള്ള മക്കളെ മേൽ തവക്കുൽ ചെയ്യണ്ട, അവരെ പണി പോയത് വരും. ചിലപ്പോൾ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ്, അവർക്ക് ഡോക്ടർമാരായി പട്ടാമ്പിയിൽ ക്ലിനിക്കൊക്കെ തുടങ്ങിയാൽ ഞാൻ രക്ഷപ്പെടൂലേ? അതിന് മുമ്പ് അവര് മരിക്കോ നിങ്ങൾ മരിക്കോ ഒന്നും അറിയില്ല. തവക്കുൽ അവിടെ നിന്ന് കൊണ്ടുവെക്കേണ്ട സാധനമല്ല, അതെവിടെയാണ്? അലല്ലാഹ്, ഓൾമൈറ്റി അല്ലാഹ്. എന്താണെന്ന് ഭാര്യക്ക് അറിയില്ല, ഭർത്താവിന്റെ എന്താ ഇപ്പൊ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്, എന്താ റീസൺ എന്നറിയില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് കാറിൽ പോകുമ്പോ 3-ാമത്തെ ദിവസം അറിയാതെ, നിങ്ങൾ മിഞ്ഞാന്ന് എന്താ പറഞ്ഞത്? കിച്ചണിൽ വെച്ച് നിങ്ങളെ ഉമ്മാട് എന്താ പറഞ്ഞതെന്ന് വെച്ചു. കിച്ചണിൽ വെച്ച് എന്തോ ഉമ്മാടെന്ന് സംസാരിച്ചിരുന്നു, അതിലെന്തോ ഇവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തു. ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണം 3 ദിവസം ഭർത്താവിനോട് മുഖം കറുപ്പിച്ചു നിന്നു. 3-ാമത്തെ ദിവസം ഭർത്താവിനോട് ചോദിച്ചു. മനസ്സിലായോ? ആ 3 ദിവസം രണ്ടുപേരും തമ്മിൽ എന്താണ്, നരക സമാനമായ ജീവിതമാണ്. എന്തിനാണ് ഭാര്യ ചൊടിച്ചതെന്ന് ഭർത്താവിനറിയില്ല. ഭർത്താവ് ആഗ്രഹിക്കുന്നത് ജോലിയുടെ ഭാരത്തെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഒരു ഭർത്താവിനെ ഇതുപോലെയുള്ള ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ഭാര്യ സമാധാനിപ്പിക്കണം എന്നല്ലേ ഒരു ഭർത്താവ് ആഗ്രഹിക്കണം. എന്നാൽ അതിന് പകരം കുറ്റപ്പെടുത്തലുകളാണെങ്കിൽ ആർക്കാ വീട്ടിൽ പോകാൻ താല്പര്യം ഉണ്ടാവും? അതിന് പകരം മുഖം പൊറിപ്പിച്ച് ഒന്നും വേണ്ടൂല, മുഖം പൊറിപ്പിച്ച് ഇങ്ങനെ നിൽക്കുക. 2 ദിവസമായി, എന്താ കാരണം എന്നൊന്നും പറയുന്നില്ല. അങ്ങനെ 3-ാമത്തെ ദിവസം പറയാണ്, നിങ്ങൾ മിനിഞ്ഞാന്ന് ഏതോ ഒരു പെണ്ണുങ്ങളോട് സംസാരിച്ചിരുന്നല്ലോ, ആരോടാണ്? 3 ദിവസം കഴിഞ്ഞ് 3 ദിവസം വരെ മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ് ഒരു പെണ്ണുങ്ങള്. എന്താണെന്ന് ഭാര്യക്ക് അറിയില്ല, ഭർത്താവിന്റെ എന്താ ഇപ്പൊ